സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട്, ഇരുട്ട് വീഴുന്ന ഓരോ സന്ധ്യയും അടുത്ത പ്രഭാതത്തിന്റെ നാന്ദിയാണ് എന്ന്. ലോകം ഒന്നാകുന്ന ഒരു ദിവസമാണ്, പുതുപുലരിയാണ് ജനുവരി 1. ഭൂമിയിലെ മനുഷ്യരെല്ലാം ജാതിയും മതവും രാജ്യവും വംശവും എല്ലാം മറന്ന് ജനുവരി 1 ഒന്നാകുന്നു. ഈ പ്രപഞ്ച തേജസ്സായ സൂര്യനെ വണങ്ങി പുതുവർഷത്തെ വരവേൽക്കുന്നു. ഡിസംബർ 31 രാത്രി 12 മണി കഴിയുമ്പോൾ ആഘോഷരാവുകൾ സൃഷ്ടിച്ച് പ്രഭാതത്തെ വരവേൽക്കുന്നു. നെരൂദ പറഞ്ഞത് ഓർത്തുപോവുകയാണ്. നാം ഭൂമിയിൽ വിത്തുകൾ വിതച്ചു പോകാൻ വന്നു. സ്നേഹത്തിന്റെ, ബലത്തിന്റെ, സ്വപ്നത്തിന്റെ വിത്തുകൾ. ആ വിത്തുകൾ വളരും. ആ വിത്തുകൾ, അവയുടെ വിത്തുകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ടു പോകും. വൃക്ഷങ്ങളെപ്പോലെ അവ തണൽ തരും, പൂക്കൾ തരും, വസന്തങ്ങൾ തരും. അതിന്റെ പരമ്പരകൾ വരും, അവയും ഓർമ്മയാവും. വിത്തുകൾ വലിയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കും, ആശയങ്ങൾ സൃഷ്ടിക്കും, സർഗാത്മകമായ സാധ്യതകൾ തുറന്നു തരും. നെരൂദ പറഞ്ഞതുപോലെ ഓരോ പുതുവർഷവും സർഗാത്മകമായ സാധ്യതകളാണ് തുറന്നു തരുന്നത്. അത് പ്രതീക്ഷയാണ്, ഗുണപരമായ ചിന്തകളാണ്, പ്രവർത്തന പദ്ധതികളാണ്. ജനുവരിയിൽ ഉണ്ട് പ്രതീക്ഷയുടെ വരി. ലോകം അംഗീകരിച്ചിട്ടുള്ള ഗ്രിഗോറിയൻ കലണ്ടറിലെ 1ാമത്തെ മാസമാണ് ജനുവരി. ലാറ്റിൻ ഭാഷയിലെ ജാനസ് എന്ന പദത്തിൽ നിന്നും ജനുവരിയുണ്ടായി. ജാനസ് ഒരു റോമൻ ദേവനാണ്. തുടക്കങ്ങളുടെയും സംക്രമണങ്ങളുടെയും ദേവനാണ് ജാനസ്. ജാനസിന്റെ മലയാളീകരണമാണ് ജനുവരി. ഇരട്ടമുഖമുള്ള ദേവനായ ജാനസ് തുടക്കത്തെയും ഒടുക്കത്തെയും സൂചിപ്പിക്കുന്നു, അഥവാ ഭാവിയും ഭൂതവും കാണാനുള്ള മുഖം. ജാനുവരിയിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽക്കാലവും നൽകുന്നു. ജാനസിന്റെ ഇരട്ട മുഖങ്ങളാണ് തണുപ്പും ചൂടും. ഏറ്റവും രസകരമായ കാര്യം, പഴയ റോമൻ കലണ്ടറിൽ ആകെ 10 മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വർഷത്തിന് 304 ദിവസങ്ങളും. ആദ്യത്തെ മാസം മാർച്ച് ആയിരുന്നു. 10ാമത്തെ മാസമായിരുന്നു ഡിസംബർ. ഡിസംബറിൽ ദശം അഥവാ 10 എന്ന സൂചനയുണ്ട്. അതായത് 10ാമത്തെ മാസം എന്നർത്ഥം. BC 713 ജനുവരിയെയും ഫെബ്രുവരിയെയും പോംബിലിയസ് രാജാവ് 1ാമത്തെയും 2ാമത്തെയും മാസമാക്കി കൂട്ടിച്ചേർത്തത്. എന്നിട്ട് ഒരു വർഷത്തിന് 12 മാസം നിജപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ജനുവരി തുടക്കത്തിന്റെ മാസമായി. 1582 റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ച ഗ്രിഗോറിയൻ കലണ്ടറാണ് ജനുവരി 1 പുതുവത്സര ദിനമായി തുടക്കം കുറിച്ചത്. പിന്നീട് ലോകരാഷ്ട്രങ്ങൾ അത് സ്വാഭാവികമായി അംഗീകരിക്കുകയായിരുന്നു. പുരാതന ഗ്രീക്കുകാർ ഒരു കുഞ്ഞിനെയാണ് പുതുവർഷത്തിന്റെ പ്രതീകമായി കണ്ടിരുന്നത്. അവർ കഴിഞ്ഞുപോയ വർഷത്തെ ഒരു വൃദ്ധനായി പ്രതിനിധീകരിച്ചു. 2 മുഖമുള്ള ജാനസ് റോമക്കാർ ഒരു മുഖം മുന്നോട്ട് മറ്റൊരു മുഖം പിന്നോട്ട് എന്നിങ്ങനെ വിശ്വസിച്ചു. മോശം ശീലങ്ങളിൽ നിന്നും പിന്നോട്ടു പോകുക, നല്ല ശീലങ്ങളുമായി മുന്നോട്ടു വരിക എന്നതാണ് ജാനസ് ദേവന്റെ ഇരട്ട മുഖം. പുതുവർഷത്തിൽ പ്രതീകാത്മക ഭക്ഷണം ആഘോഷങ്ങളുടെ ഭാഗമാണ്. യൂറോപ്യന്മാർ അഭിവൃദ്ധിയുടെ പ്രതീകമായി പച്ചക്കറി ഭക്ഷണം ശീലമാക്കുന്നു. കാബേജ് കഴിക്കുക, പുതുവർഷം അഭിവൃദ്ധിദായകമാക്കുക, അതാണവരുടെ ആപ്തവാക്യം. അമേരിക്കക്കാർ കറുത്ത കണ്ണുള്ള പയർമണികൾ പുതുവർഷത്തിൽ കഴിക്കുന്നു. ഏഷ്യയിലുടനീളം നൂഡിൽസും റൈസ് കേക്കുകളുമാണ് പുതുവർഷാഹാരം. പുതുവർഷത്തിലെ ഒത്തുചേരൽ സന്തോഷം നൽകുന്ന ഒരു പ്രതീകമാണ്. ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ പുതുവർഷത്തിൽ വീട്ടിൽ വരുന്ന ആദ്യ വ്യക്തിയുടെ കാൽപാദങ്ങൾ ഐശ്വര്യത്തിന്റെ കാൽപാദമാവട്ടെ എന്ന പ്രാർത്ഥന ഉണ്ടത്രേ. ബുദ്ധമത സന്യാസിമാർ ശിഷ്യന്മാരിൽ നിന്നും സമ്മാനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ്. ഹിന്ദുക്കൾ ദൈവങ്ങൾക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നു. ചൈനക്കാർ സമ്പത്തിന്റെ ദൈവങ്ങൾക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നു. പുതുവർഷം വരുമ്പോഴും എപ്പോഴും മലയാളി പാടുന്ന പാട്ടുണ്ട്, NN കക്കാടിന്റെ സഫലമീ യാത്ര. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും. കവി അവസാനം പറയുന്നുണ്ട്, പഴയൊരാ മന്ത്രം സ്മരിക്ക നാം, അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. അതാവട്ടെ പുതുവർഷ പുലരിയിലെ നമ്മുടെ ഉണർത്തുപാട്ട്. നമുക്ക് അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. അങ്ങനെ എണ്ണിയാൽ തീരാത്തത് പറയാം പുതിയത് ചേർത്ത്. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.